കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ളവർക്കായി വീണ്ടും തെരച്ചിൽ. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് തെരച്ചിൽ പുനരാരംഭിച്ചത്. ഗംഗാവലി പുഴയിൽ നാവികസേന ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. ഈശ്വർ മാൽപേ സംഘവും തെരച്ചിലിറങ്ങിയിട്ടുണ്ട്. ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എങ്ങനെയാണ് ഈ തെരച്ചിലിന്റെ പുരോഗതി? വേണു, സംയുക്തമായിട്ടുള്ള ഒരു തെരച്ചിൽ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നേവിയുടെ സംഘം അരുൺ പൂപ്പറമ്പ് അല്പസമയത്തിനകം വിവരങ്ങൾ നൽകാൻ ചേരും. അർജുനായുള്ള തെരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. NDRF സംഘമുണ്ട്, നേവി സംഘമുണ്ട്, ഈശ്വർ മാൽപേ സംഘമുണ്ട്. നേവിയുടെ 2 മുങ്ങൽ വിദഗ്ധരാണ് ഇന്നിപ്പോൾ ഈ ദൗത്യത്തിലുള്ളത്. അരുൺ ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, പറഞ്ഞോളൂ. വേണു, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. നേവിയുടെ രണ്ട് ബോട്ടുകളിലായി അവരുടെ സംഘം ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത് നേരത്തെ നേവി മാർക്ക് ചെയ്തിട്ടുള്ള സ്പോട്ടിലാണ്. അതായത് അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്ന ഈ തടി കെട്ടിയിട്ടുള്ള കയർ ലഭിച്ച ആ ഇടത്ത്, അതോടൊപ്പം തന്നെ ലോഹഭാഗവും ലഭിച്ചിട്ടുള്ള പോയിന്റ് 1, പോയിന്റ് 2 ആ സറൗണ്ടാണ്, അവിടെയാണ് അവർ മാർക്ക് ചെയ്തത്. അവിടെയാണ് ഇപ്പോൾ നേവി നിലയുറപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ അവർ ഒരു ഡീപ്പ് ഡൈവിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടി സമീപം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ ഒന്ന് പാൻ ചെയ്താൽ നമുക്ക് NDRF സംഘത്തെ കാണാം. NDRFിൻ്റെ 2 ബോട്ടുകളിലായി NDRF സംഘവും ആ സ്പോട്ടിൽ തന്നെ, അതായത് ആ സറൗണ്ടിൽ തന്നെയാണ് അവരുടെയും തെരച്ചിൽ നടക്കുന്നത്. ഈശ്വർ മാൽപേയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈശ്വർ മാൽപേയും അതേ സ്ഥലത്ത് തന്നെ, ആ സ്പോട്ടിൽ തന്നെ. എല്ലാവരും നിലവിൽ ഇപ്പോൾ നേരത്തെ നേവി മാർക്ക് ചെയ്തിട്ടുള്ള ആ കൃത്യമായിട്ടുള്ള പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് NDRFിൻ്റെ 2 ഡൈവർമാർ കൂടി ഇന്ന് പുഴയുടെ അടിത്തട്ടിലിറങ്ങിയുള്ള പരിശോധനയ്ക്ക് അവരെത്തിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ ആ പരിശോധന നിലവിൽ ആരംഭിച്ചിട്ടുമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. NDRFിൻ്റെ ഒരു ഡൈവറും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപേയുമാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ അവർ 3 ഡൈവർമാരുണ്ട്. അതിൽ ഒന്ന് NDRFിൻ്റെ ഡൈവറാണ്. അതിനൊപ്പം തന്നെ ഈശ്വർ മാൽപേയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ സംയുക്തമായിട്ടുള്ള ഒരു തെരച്ചിൽ നടപടിയാണ് ഇപ്പോൾ ഗംഗാവലി പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നേവി മാർക്ക് ചെയ്തിട്ടുള്ള സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അവിടെ അതിൻ്റെ അടിത്തട്ടിലായിരിക്കാം ലോറി ഉണ്ടാവുക എന്നൊരു നിഗമനം ആ ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ ഡൈവർമാർ ഉൾപ്പെടെ എത്തിയത്. ഇനി അടുത്ത നടപടി എന്നോണം നേരത്തെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയതനുസരിച്ച് ഈ നിലവിൽ ഈ മാർക്ക് ചെയ്ത പുഴയുടെ അടിത്തട്ടിൽ ഒരു വലിയ ആൽമരം ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. സ്വാഭാവികമായും ആ മരം നീക്കം ചെയ്യേണ്ടതുണ്ട്. ആ മരം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ക്രെയിൻ സംവിധാനം എത്തിക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. അത് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും നമുക്കറിയാം, ഈ ഡ്രഡ്ജിങ് യന്ത്രം എത്തിച്ചാൽ മാത്രമേ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള കൂടുതൽ ആഴത്തിലുള്ള പരിശോധനയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ സംയുക്തമായിട്ടുള്ള തെരച്ചിൽ നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NDRFിൻ്റെയും നേവിയുടെയും ഡൈവർമാരുണ്ട്. അതോടൊപ്പം തന്നെ മാൽപേ സംഘത്തിലെ 3 പേരും നിലവിൽ ഇപ്പോൾ പുഴയിലെ ആഴങ്ങളിൽ ഇറങ്ങി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും തന്നെ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നത് എന്നതാണ് ഏറ്റവും അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ആ സ്പോട്ട് ഏകദേശം ഒന്ന് കൺഫേം ചെയ്തതാണ്. അതിൽ നേവിയുടെ നേരത്തെ നേവി നടത്തിയ സോണാർ പരിശോധനയിലും ലഭിച്ച ഇടം, അതിന് പിന്നാലെയാണ് അവർ നടത്തിയ വിശദമായിട്ടുള്ള പരിശോധനയിൽ അവിടുന്ന് ആ സറൗണ്ടിൽ നിന്ന് വിവിധ ഇടങ്ങളിലായി കയറിൻ്റെ ഭാഗങ്ങൾ ലഭിച്ചത്. ലോഹഭാഗവും അവിടെ തന്നെയാണ് ലഭിച്ചത്. സ്വാഭാവികമായും അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെ തെരച്ചിലെന്ന് ദൗത്യ സംഘം വ്യക്തമാക്കിയതാണ്. അത് തന്നെയാണ്, ആ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ തെരച്ചിൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പുഴയ്ക്കടിത്തട്ടിലുള്ള പലതരത്തിലുള്ള തടസ്സങ്ങൾ അത് മാറ്റിയാൽ മാത്രമേ ആഴത്തിലുള്ള ഒരു ഡീപ്പ് ഡൈവിംഗ് നടത്തി അവർക്ക് ഈ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അതായത് ഈ ലോറി കണ്ടെത്തുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം വേഗത്തിൽ കടക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തിക്കും എന്നതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നതാണ് നമ്മൾ അനൗദ്യോഗികമായി മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോഴും ജില്ലാ ഭരണകൂടം പറയുന്നത് തിങ്കളാഴ്ച തന്നെ ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കുമെന്നതാണ്. ഇന്നെന്തായാലും ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ മാർക്ക് ചെയ്ത സ്ഥലത്തിലുള്ള അടിത്തട്ടിലുള്ള ആൽമരം നീക്കം ചെയ്യാൻ സാധിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ
ക്രെയിൻ സംവിധാനം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നലെ കാർവാറിൽ ഈ പാലം തകർന്നിടത്തും അതേ ക്രെയിൻ സംവിധാനം എത്തിച്ചുകൊണ്ടാണ് നിലവിൽ ആ ലോറി 200 മീറ്റർ അകലെ നദിയിൽ 200 മീറ്റർ അകലെ ഉണ്ടായിരുന്ന ആ വലിയ ട്രക്ക് കരക്ക് കയറ്റിയത്. അതേ മെഷീനറി ഇവിടെയും ഉപയോഗിക്കും എന്നതാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. എന്തായാലും വേണു, ഇപ്പോൾ സംയുക്തമായിട്ടുള്ള തെരച്ചിൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗംഗാവലി പുഴയിൽ ഇപ്പോഴും അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട്. അതായത് 2 നോട്ട്സിൽ താഴെയാണ് അടിയൊഴുക്കുള്ളത്. മഴയില്ല, അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട്. ആകെയുള്ളൊരു ഒരു ചെറിയൊരു സാങ്കേതിക തടസ്സം പറഞ്ഞത് ഈ വിസിബിലിറ്റിയുടെ പ്രശ്നമാണ്. അത് പക്ഷേ ഒരു വലിയ പ്രതിസന്ധി ആവില്ല എന്ന് ദൗത്യ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 3 തലങ്ങളിലുള്ള, അതായത് ഈശ്വർ മാൽപ്പിയും സംഘവും, NDRFന്റെ 2 ഡൈവർമാർ, അതോടൊപ്പം തന്നെ നേവിയുടെ 2 മുങ്ങൽ വിദഗ്ധർ, അത്തരത്തിൽ ഇത്രയും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട്, മാർക്ക് ചെയ്ത നേരത്തെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണു, അരുൺ, ഈ തിരച്ചിൽ കാര്യക്ഷമമായി നടക്കുന്നു. പക്ഷേ അത് ഏറ്റവും ഫലപ്രദമാകണമെങ്കിൽ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ക്രെയിൻ എത്തണം, ഡ്രഡ്ജർ എത്തണം. അത് രണ്ടും എത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ ഊർജിതമായ തെരച്ചിലിൽ ഈ സംഘങ്ങളെല്ലാം ലക്ഷ്യമിടുന്നത് എന്താണ്? അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകാൻ വീണ്ടും ചേരും. നേവിയുടെ സംഘം, അതുപോലെ NDRFന്റെ സംഘം, ഈശ്വർ മാൽപ്പയുടെ സംഘം, 3 പേരും ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്പോട്ട് 1, സ്പോട്ട് 2, ഈ 2 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതുകൂടാതെ ഒരു 50 മീറ്റർ മാറി NDRF സംഘവും നേരത്തെ പരിശോധനയിലേക്ക് കടക്കുകയുണ്ടായി. നേവിയുടെ 2 മുങ്ങൽ വിദഗ്ധരാണുള്ളത്. അരുൺ വീണ്ടും എത്തിയിട്ടുണ്ട്. അരുൺ, ഈ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഈ സംഘങ്ങൾക്കെല്ലാം എത്തണമെങ്കിൽ ക്രെയിൻ വരണം, ഡ്രഡ്ജർ വരണം. അതിന് മുൻപായിട്ടുള്ള ഈ തെരച്ചിലിൽ ഇപ്പോൾ ഈ 3 സംഘങ്ങളും ലക്ഷ്യം വെക്കുന്നത് എന്താണ്? വേണു, നിലവിൽ ഇപ്പോൾ പറഞ്ഞ കാര്യം സത്യമാണ്. അതായത് നിലവിൽ ഈ മണ്ണിനടിയിലാണ് ഈ ലോറി ഉണ്ടാവുക എന്നൊരു നിഗമനത്തിലാണുള്ളത്. സ്വാഭാവികമായും ആ മണ്ണ് നീക്കം ചെയ്ത്, വലിയ ആൽമരം നീക്കം ചെയ്ത്, ആ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്താൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം ഈ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നിലവിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെയില്ല. ഈ വലിയ ആൽമരം നീക്കം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഈ ക്രെയിൻ എത്തിച്ചുകൊണ്ട് അത് നീക്കം ചെയ്യാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ മൺകൂന, അതോടൊപ്പം തന്നെ വലിയ കല്ലുകൾ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ തന്നെ, പോയിന്റ് 1, പോയിന്റ് 2 എന്ന് പറയുന്ന നേവിയുടെ ആ കൃത്യമായ സ്പോട്ടിൽ ആ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡ്രഡ്ജർ എത്തിച്ച് അത് നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ, അതായത് കൂടുതൽ ആഴത്തിലുള്ള പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവിടെ നിലവിൽ ഇപ്പോൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ ലോറി ഉണ്ട് എന്ന് ഇന്ന് കൺഫേം ചെയ്യാൻ പറ്റും എന്നതാണ് ഈശ്വർ മാൽപ്പി ഉൾപ്പെടെ പറഞ്ഞത്. അതിൻ്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ലോറി ഉണ്ട് എന്ന് അവിടെ കൺഫേം ചെയ്താൽ തന്നെ ആ ലോറി പുറത്തേക്കെടുക്കുന്ന നടപടിയിലേക്ക് എന്തായാലും ദൗത്യ സംഘത്തിന് ഇന്ന് പോകാൻ കഴിയില്ല. കാരണം അത് ഈ ഡ്രഡ്ജർ എത്തിച്ചാൽ മാത്രമേ അത്തരം എന്തെങ്കിലും ഒരു നടപടിയിലേക്ക്, അതായത് ലോറി ഉണ്ട് എന്ന് കൺഫേം ചെയ്താൽ തന്നെ അത്തരം നടപടിയിലേക്ക് പോകാൻ കഴിയുള്ളൂ. എന്തായാലും ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിലവിൽ ഇപ്പോൾ ഈ അർജുൻ്റെ ലോറി ഉണ്ട് എന്ന് അത് കൺഫേം ചെയ്യുക, അത് സ്ഥിരീകരിക്കുക എന്ന ഒരു ദൗത്യമാണ് ഇന്ന് എന്തായാലും നടക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുകളിലുള്ള ഈ മരം എന്ന തടസ്സം അത് നീക്കം ചെയ്യാനുള്ള നടപടി എന്തായാലും ഇന്ന് നടക്കും. അതിനുള്ള ശ്രമങ്ങൾ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. സംയുക്തമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു കേന്ദ്രത്തിലാണ് ഇപ്പോൾ അവിടെ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 3 സംഘങ്ങൾ അവിടെ പോയിന്റ് 1, പോയിന്റ് 2 എന്നീ മേഖല കേന്ദ്രീകരിച്ച് ഊർജിതമായ തിരച്ചിൽ നടത്തുന്നു.